നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ നേരിയ ആശ്വാസം. 13,600 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകി. 15,000 കോടി രൂപ കടമെടുക്കാൻ അനുമതി വേണം എന്നായിരുന്നു സംസ്ഥാനത്തിൻ്റെ ആവശ്യം. ഏതായാലും ചെറുതല്ലാത്ത ഒരു ആശ്വാസം സംസ്ഥാനത്തിന് ഈ തീരുമാനത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. ഈ തീരുമാനം കേന്ദ്രത്തിൻ്റെ വാദങ്ങളെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ വെള്ളമുണ്ടയിൽ നിന്ന് ഒരു പ്രേക്ഷകനാണ് ശ്രീ സൂപ്പി. ശ്രീ സൂപ്പി, താങ്കൾ എന്ത് കരുതുന്നു? കേന്ദ്രം കേരളത്തിന് വഴങ്ങിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്റെ അഭിപ്രായത്തില് കേന്ദ്ര ഗവൺമെന്റ് 1,300 കോടി രൂപ തരാൻ വേണ്ടി ഇത്രയും കാലങ്ങൾ താമസിപ്പിക്കുന്നതിന് കാരണമില്ല. പിന്നെ സുപ്രീം കോടതി ഇടപെട്ടതിന്റെ പേരിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും സംഖ്യ പാസ്സാക്കിയെന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതുപോലത്തെ സംഖ്യ കൊടുക്കുന്നത്. പിന്നെ കേരളത്തിനെ സംബന്ധിച്ച് ഇത്രയും പ്രതിസന്ധി നിൽക്കുന്ന കാലഘട്ടത്തില് പെൻഷൻ പോലും കൊടുക്കാത്ത ആ സാഹചര്യത്തിലാണുള്ളത്. സഹായിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ്. മാർച്ചിൽ കൊടുക്കേണ്ട സംഖ്യയാണ് ഇത്. ഇത്ര വലിയ സംഖ്യ 17 കോടിയോളം ഇനിയും ആവശ്യമുണ്ടെന്ന അത് എവിടുന്നാണ് ഇനി കേന്ദ്ര സർക്കാർ തരുമോ ഇല്ലയോ എന്നുള്ള സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കേണ്ടി വരുമോ എന്നാണ് എന്റെ സംശയം. മറ്റൊരു പ്രേക്ഷകൻ പാലയിൽ നിന്ന് ചേരുന്നുണ്ട്, ശ്രീ ഉമേഷ്. ശ്രീ ഉമേഷിന് എന്ത് തോന്നുന്നു? കേരളത്തിൻ്റെ വാദം ഒടുവിൽ കേന്ദ്രം അംഗീകരിച്ചു എന്നതിൻ്റെ സൂചനയാണോ ഈ തീരുമാനം? സാറേ, ഇത് 13,500 കോടി രൂപ കൊടുക്കാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിരുന്ന. അപ്പം അതിനകത്തൊരു നിബന്ധന വെച്ചാൽ കേസ് പിൻവലിക്കണമെന്നൊരു നിബന്ധനയുണ്ട്. ആ നിബന്ധന ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് കൊടുക്കാനുള്ള പൈസ അല്ല കേട്ടോ. ഇത് പലരും തെറ്റിദ്ധരിപ്പിക്കുന്നത്. കൊടുക്കാനുള്ള പൈസ കേന്ദ്രം കൊടുക്കാനുള്ളതല്ല, കടമെടുക്കാനുള്ള ഒരു പരിധിയാണ് കൊടുത്തിരിക്കുന്നത്. അല്ല കേന്ദ്രം കൊടുക്കാനുള്ളതൊന്നുമല്ല. ഈയിടെ 4,000 കോടി കഴിഞ്ഞ ആഴ്ച കൊടുത്തുള്ളൂ. കൊടുക്കാനുള്ളത് കൂട്ടാണ് 4,000 രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എന്നാ കുഴപ്പമെന്ന് പറഞ്ഞാൽ സാറേ, ഇപ്പൊ വേറെ സുപ്രീം കോടതി ഒരു ഓർഡർ കൂടെ ഇട്ടുണ്ടാക്കൂടെ? ഇനി ഇത് കൂടുതലുണ്ട്. ഉപാധി കേന്ദ്ര സർക്കാരിന് ഉപാധികളോടെ കൂടുതൽ വേണം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപാധി എന്ന് പറയുന്നത് എന്നാ? അത് കേന്ദ്ര സർക്കാർ പറയാ ഒരു 50,000 രൂപ കൂടി എടുത്തോ, ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, ഈ കേരളം എടുക്കുന്ന കടത്തിന് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞ് അനുവദിച്ചു പോയി കഴിഞ്ഞാൽ സാറ് ഓർത്ത് നോക്കിയാൽ ഈ കേരളം എങ്ങോട്ട് പോകും? നമ്മൾ എന്ത് ചെയ്യും? ഞാനും സാറും എല്ലാം ആപ്പിലായി പോകും. കേന്ദ്രം മറ്റുള്ള സംസ്ഥാനം ഇരുന്ന് ചിരിക്കും, കൈകൊട്ടിച്ചിരിക്കും. കേന്ദ്രം കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യും? അപ്പം ഒരു ഉപാധിയോട് കൂടെ കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും കൊടുക്കാനൊക്കെ അല്ല. ഉപാധിയോട് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അനുഭവിക്കും, കേരളത്തിലുള്ളവർ അനുഭവിക്കും. ഇപ്പൊ തന്നെ എന്ത് എടുക്കാൻ മേലാത്ത കടവായിരിക്കുവാൻ അതിന്റെ കൂട്ടത്തിൽ പിന്നെയും കടമെടുക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാന്ന് ഇപ്പൊ ചിന്തിച്ചിട്ട് പോലും ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. വളരെ ഇതിലാ കേരളം പോകുന്നത്. നമ്മൾ അത് വിചാരിക്കണം. അല്ല നമ്മളിപ്പം കേന്ദ്രത്തിന് അടി കിട്ടി കേരളത്തിന് രക്ഷ കിട്ടി എന്ന് പറയുന്നൊരു കാര്യമില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ നേരെ തിരിഞ്ഞ് പിന്നെ പറയാനുള്ള ഇടപെടരുത്. അടുത്ത സർക്കാർ ആര് കയറിയാലും അവർ കൈകാലിട്ട് അടിക്കും. അവരാകെപ്പാടെ ഒന്നുമല്ലാത്ത സ്ഥിതിയിലാവും എന്നുള്ളതിന് യാതൊരു വ്യത്യാസമില്ല. അങ്ങനെ വ്യത്യാസം ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ്, ഈ കേന്ദ്രത്തിൻ്റെ ഈ നടപടിയെ എങ്ങനെ വിലയിരുത്തുന്നു? കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിന് ബോധ്യപ്പെട്ടു എന്നതാണോ ഈ നടപടി നൽകുന്ന സൂചന? നമസ്കാരം സാറേ. നമസ്കാരം. പിന്നെ കേരളത്തിന്റെ കാര്യങ്ങൾ വളരെ ഗൗരവമായി പരിഗണിച്ചാണ് ഇത് അനുവദിച്ചത്. 13,609 കോടി ഉറുപ്പ്യന്റെ ഇതാണ് അനുവദിച്ചത്. അതിപ്പോ കേസ് തീർന്നെങ്കിലേ കൊടുക്കുള്ളൂ എന്നും പറയുന്നുണ്ട്. അത് എങ്ങനെയെന്നുള്ളത് അറിയില്ല. അല്ല, അവര് കൊടുക്കുകയല്ല, നമുക്ക് കടമെടുക്കാനുള്ള ഒരു അനുമതിയാണ്. 13,600 കോടി രൂപ പൊതു വിപണിയിൽ നിന്ന് കടമെടുക്കാം, കേരളത്തിന് കടമെടുക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്. നേരത്തെ കടമെടുക്കുന്നതിന് ഒരു പരിധി ഉണ്ടായിരുന്നു, അത് അനുവദനീയമായിരുന്നില്ല. ഇപ്പൊ അത് ഇളവ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ്. 42,238 കോടി രൂപയുടെ വായ്പാനുമതിയാണ് ഉള്ളത്. അതിൽ 28,030,008 കോടി ഉറുപ്പ്യന്റെ ഇത് എടുക്കാൻ അയക്കണുള്ളൂ എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതിന്റെ സത്യാവസ്ഥ എന്തായാലും ശരി, കേരളത്തിനിട്ട് വല്ലാതെ നെരുക്കാതെ അത് വാങ്ങിക്കാണ് നല്ലത് എന്നുള്ള അഭിപ്രായം എൻ്റെ അടുത്ത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദുബായിൽ നിന്ന് അബ്ദുറഹ്മാൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അബ്ദുറഹ്മാൻ, ഈ കടമെടുക്കുന്നതോടുകൂടി കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും എന്ന് കരുതാനാകുമോ?
സാറേ. നമസ്കാരം. ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിനെ ഭരിക്കാൻ വിടില്ല, അവിടെയുള്ള ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുക എന്ന നിലയിലേക്ക് ഇറങ്ങി തിരിച്ച ഗവൺമെന്റിന്, കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റ കനത്ത കരണത്തടിയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അതും അതുപോലെ നുണകൾ എഴുതി കൊടുത്തത് വിശ്വസിച്ച, കേരളത്തിലുള്ള വിവരമില്ലാത്തവരെ എഴുതി കൊടുക്കുന്നത് മാത്രം വിശ്വസിച്ചിട്ടും നടപടിയെടുത്ത കേന്ദ്രത്തിന് കിട്ടിയ തിരിച്ചടിയ. ഇനി വിഷയത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ രാജ്യം തന്നെ മൊത്തം അളവിൽ കൂടുതൽ കടം എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ പക്ഷെ നമ്മൾ കടം നിയന്ത്രിക്കുകയല്ലേ? 5% കേരളത്തിന്റെതാണ് ഇവർക്ക് പിടിക്കുന്നത്. അപ്പൊ രാജ്യം എത്ര എടുത്തിട്ടുണ്ട്? രാജ്യം കുറയ്ക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 9 വർഷം കൊണ്ട് എടുത്തിട്ടുണ്ട് അവര്. അല്ല, എല്ലാവരും ഈ പിന്നെ ധനക്കമ്മി നിയന്ത്രിക്കാൻ അതിപ്പോ സാറായാലും ഞാനായാലും കടം എടുത്തിട്ടായിരിക്കും നമ്മളെ മക്കളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. അതാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഇത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് ഇതേ ചാനലിൽ വന്നിട്ട് നിലവിളിച്ചിട്ടുണ്ട്. നിങ്ങൾ കോടതിയിലേക്ക് പോകൂ, കോടതിയിലേക്ക് പോകും. ഇപ്പൊ കോടതി എന്താ വിധിച്ചത്? കേന്ദ്രത്തിന്റെ കയ്യിൽ തെറ്റാണെന്ന് വിധിച്ചതുകൊണ്ടല്ലേ. എന്നിട്ടും വന്നിട്ട് പറയുന്നത് എന്താണ്? കേന്ദ്രം കേന്ദ്രം കൊടുക്കാനുള്ളതല്ല, കടമെടുക്കാനാന്ന്. അപ്പൊ കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുണ്ട്, അത് തരാൻ ഞങ്ങൾ തയ്യാറല്ല, ബുദ്ധിമുട്ടിക്കുക തന്നെ ചെയ്യും. ഈ പറഞ്ഞതിന്റെ പേരിൽ എന്നെ തീവ്രവാദിയെന്നും പന്നിയെന്നും വിളിക്കാനായിട്ട് പേര് മാറ്റിയിട്ട് വീണ്ടും ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല നമസ്കാരം എനിക്ക് പറയാനുള്ളത്. മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ ആലത്തൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻദാസ് ഈ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കടമെടുക്കാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന് വിശ്വസിക്കാനാകുമോ? തീർച്ചയായിട്ടും ഇല്ല. ഞാനൊരു റിട്ടയർഡ് ബാങ്ക് എംപ്ലോയിയാണ്. അതായത് സാറ് പറഞ്ഞത് ശരിയാണ്. അപ്പോ ഇത് മുങ്ങിച്ചാവാൻ പോകുന്ന ഒരാളെ രക്ഷപ്പെടുത്തിയതിന്റെ റോളാണ് ഇപ്പോ നമ്മുടെ സുപ്രീം കോടതിക്കുള്ളത്. അല്ലെങ്കിൽ കേരളം ഇപ്പോ തകർന്ന് തരിപ്പണമാകും. അതല്ല ഈ പറയണത്. ഈ കടം വാങ്ങിയിട്ട് മാത്രം എത്ര കടം വാങ്ങും? ഇതൊരു ഷോർട്ട് ടേം ലോണാണ് അവർക്ക് കൊടുക്കുന്നത്. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 1300 കോടി രൂപ KSEBിക്ക് കളക്ഷൻ കിട്ടാനുണ്ട്. ഈ പൊതുമേഖല ഇവര് ബില്ലുകൾ അടയ്ക്കാനുണ്ട്. അതിനൊന്നും ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഈ GST ഈ കടക്കാര് നമ്മുടെ നിന്നൊക്കെ വാങ്ങിയിട്ട് ഇതിന് അപ്ലോഡ് ചെയ്യണ്ടേ, എന്നാലേ അവിടെ കിട്ടുള്ളൂ. അത് അടയ്ക്കണമില്ല, അപ്ലോഡ് ചെയ്യുകയും ചെയ്യില്ല. അപ്പോ ഇതിന്റെ GST കമ്മീഷൻ ചെയ്യണതെന്നാണ്. ഇവരുടെ നിന്നൊക്കെ ഈ നേരത്തെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഇവർക്ക് സ്പോൺസർഷിപ്പ് ഒക്കെ വാങ്ങി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇവിടെ ഒരു സംവിധാനമൊക്കെ നഷ്ടപ്പെട്ട് മിസ്മാനേജ്മെന്റ് തന്നെ സാറേ. ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കേരളത്തിലില്ല. നമ്മൾ ഇനി അത് എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞ വളരെ ഗൗരവപരമായ കാര്യമാണെന്ന് തോന്നുന്നു. കാരണം ഈ ചിലവ് ചുരുക്കിയും ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും നല്ല രീതിയിൽ പോകാതിരുന്നാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമ്മൾ നീങ്ങുമെന്നാണ് തോന്നുന്നത്. ഇപ്പം തന്നെ ഈ മന്ത്രിമാരുടെ എണ്ണമൊക്കെ ഒരു 10% ആക്കണമെന്ന MLA-മാരുടെ 10% ആക്കണമെന്ന ആവശ്യം ഒരു വശത്ത് ഉയർന്നു. ഉദ്യോഗസ്ഥരുടെ പുനർനിർണയം വേണമെന്ന് വരുന്നു. ക്ഷേമനിധികൾ സംയോജിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്നു. അങ്ങനെ ഉൽപ്പാദനത്തിൻ്റെ മികവ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാനം നടത്തണമെന്നൊക്കെയുള്ള പലതരം ആവശ്യങ്ങൾ ഉയരുകയാണ്. ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ബാബുരാജൻ എന്നൊരു പ്രേക്ഷകൻ കാസർഗോഡ് നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ബാബുരാജൻ, കാസർഗോഡ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? സാറേ, ഞാൻ കാസർഗോഡ് എരിയാലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ശരി. സാറേ, ഇത് എനിക്ക് പറയാനുള്ളത്, ഇത് കേന്ദ്ര ഗവൺമെന്റിന് കരണത്ത് കിട്ടിയ ഒരു അടിയാണ്. കാരണം എന്ന് പറഞ്ഞാല് കേരളത്തിന് കിട്ടാനുള്ള അവകാശങ്ങൾ മാത്രമാണ് അവർ ചോദിച്ചിട്ടുള്ളൂ. അതിന് കേന്ദ്രം കൊടുക്കാത്തതും മാർച്ച് മാസത്തിൽ ഏത് വിധേനയെങ്കിലും ട്രഷറി പൂട്ടി ഈ സർക്കാരിനെ വരപ്പിക്കണമെന്ന് കേന്ദ്രം ഉദ്ദേശിച്ച് മുന്നോട്ട് പോയത് തന്നെയാണ്. കേരളം സുപ്രീം കോടതിയിൽ പോയത് കണക്കുകൾ നിരത്തിക്കൊണ്ടാണ്. നമുക്ക് തരാനുള്ള അധികമൊന്നും ചോദിച്ചിട്ടില്ല. ഇത് കടമെടുക്കാനുള്ള കാര്യമാണ്. കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കുക. അതെ, കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന പകുതി വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? അവര് കോർപ്പറേറ്റുകൾക്ക് നികുതി സൗജന്യം കൊടുത്തു. ഇപ്പൊ നിങ്ങളുടെ ചാനലിന്റെ മുതലാളിക്ക് ഉൾപ്പെടെ സൗജന്യം കൊടുത്തുകൊണ്ട് കേന്ദ്രം കടം എടുക്കുകയാണ്. എത്ര 200 ചില്ലും കോടി രൂപ കടമായി, ലക്ഷം കോടി. അതാണ് അവസ്ഥ. അത് ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല. ഇപ്പൊ കർഷകർ സമരം ചെയ്യുന്നു ഡൽഹിയിൽ, കർഷകരെ സഹായിക്കുന്നില്ല. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ഈ 2000 രൂപ വീതം കേന്ദ്ര ഗവൺമെന്റ് കർഷകർക്കൊന്നും പറഞ്ഞ 5 ഗഡുക്കളായിട്ട് കൊടുക്കണ്ടല്ലോ, ഓരോ 2000 രൂപ വീതം. ഇത് യഥാർത്ഥ കർഷകന് കൊടുത്താൽ ആ കർഷകന് ഉപകാരപ്പെടൂലേ ഈ പൈസ? ഇത് വോട്ട് തട്ടാൻ വേണ്ടിയുള്ള ഒരു നമ്പറല്ലേ എല്ലാ 3 സെന്റ് ഉള്ളവനും 2000 രൂപ വെച്ച് കൊടുക്കുന്നത്?
ഇത് BJPയുടെ ഇലക്ഷൻ തന്ത്രമാണ്. വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ശ്രീ ബാബുരാജൻ, താങ്കളുടെ അഭിപ്രായം താങ്കൾക്ക് മതിയായ സമയം കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാമചന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ നീലേശ്വരത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ രാമചന്ദ്രൻ, താങ്കൾ എങ്ങനെ കാണുന്നു ഈ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തെ? ഡേവിഡ് എന്നൊരു പ്രേക്ഷകൻ പള്ളുരുത്തിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേന്ദ്രം കുറെ കൂടി അനുകൂല നിലപാട് സ്വീകരിക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ ഒരുത്തൻ വന്നിട്ട് ഭക്ഷണം ചോദിക്കുകയാണ്. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റും, പക്ഷെ നാളെ നേരം വെളുക്കും. ഇത് പ്യുവർ മിസ്മാനേജ്മെന്റ് ആണ്. നേരത്തെ ഒരു ചങ്ങായി പറയുന്നത് കേട്ടു, കംപ്ലീറ്റ് ന്യായമായിട്ടുള്ള പൈസയാണെന്ന്. ഇവരുടെ ദൂരത്തിനെ കുറിച്ചും കൺട്രോളർ ഓഫ് ഓഡിറ്റർ ജനറൽ CIG തന്നെ ഒബ്ജക്ഷൻ വെച്ചിട്ടുണ്ട്. നായനാരെന്ന് പണ്ട് മുമ്പ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, നമുക്ക് മറന്നിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം വലിയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനൊന്നുമില്ല, പക്ഷെ പല ചുരുക്കം മന്ത്രിമാരെ വെച്ച് എന്ത് ഭംഗിയായിട്ടുള്ള മാനേജ്മെന്റ് ആയിരുന്നു ചെയ്തിരുന്നത്. അന്ന് അതിലെ ഒരു വൈദ്യുതി മന്ത്രിയായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്നാണ് എന്റെ ഓർമ്മ. വളരെ കുറച്ച് മന്ത്രിമാര് വളരെയേറെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് എനിക്ക് കേന്ദ്ര ഗവൺമെന്റ് ഈ ഗവൺമെന്റിനോട് വൈരാഗ്യം കാണിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യം തോന്നുന്നില്ല. കാരണം അവരുടെ പ്രധാന ശത്രു കോൺഗ്രസ് ആണ്. ഇക്കണക്കിന് ആൾക്കാരുടെ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വലിയ ദ്രോഹമല്ലേ ചെയ്യുന്നത്. ഇത് ഇവരുടെ സംസ്ഥാന ഗവൺമെന്റ് പിടിക്കുകയാണെന്ന് വല്ല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും പല ചാനലുകളിലും വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് അറിയപ്പെടാത്ത രഹസ്യമൊന്നുമല്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ സംസ്ഥാനത്തിന് വേണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നികുതി പിരിക്കുന്നത് കൂടുതൽ കാര്യക്ഷമമാക്കുക, അതുപോലെ തൊഴിൽ രംഗം ശക്തിപ്പെടുത്തുക, സ്വകാര്യ മേഖലയെ കുറെ കൂടി പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. പ്രധാനമായും ആളുകൾക്ക് നിക്ഷേപം നടത്താനും അതുപോലെ ആളുകൾക്ക് അവരുടെ സമ്പാദ്യം ഉപയോഗിച്ച് സ്ഥാപനങ്ങൾ തുടങ്ങാനുമൊക്കെയുള്ള സൗകര്യം ഉണ്ടാക്കുക, അതിനുവേണ്ട സാധ്യതകൾ നൽകുക, ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിലൂടെ സംസ്ഥാനം മുന്നോട്ട് പോകണം എന്നതാണ് ഈ സാഹചര്യം വ്യക്തമാക്കുന്നത്. ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ എന്ത് തോന്നുന്നു? ഈ പ്രശ്നം ഒരു പരിഹാരമായി എന്ന് നമുക്ക് മനസ്സിലാക്കാനാകുമോ? നമസ്കാരം സാർ. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളെ കരുതിയിട്ട് കടമെടുക്കാൻ അല്പം ഒരു പരിധി കൊടുത്തതാണ്. അതിന് പിന്നെ ഇവർ കേന്ദ്ര ഗവൺമെന്റിന്റെ മുകളിൽ തലയിലോട്ട് പാഞ്ഞു കയറുകയാണ്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് വിളിച്ച ഒരു വ്യക്തി പറഞ്ഞത് കിസാൻ സമ്മാൻ നിധി വർഷത്തിൽ 5 പ്രാവശ്യമല്ല 3 പ്രാവശ്യം 4 മാസം കൂടുമ്പോൾ 2000 അത് 3 സെന്റ് കൊടുക്കുന്നത് വലിയ പോരായികയാണ്. അദ്ദേഹത്തിന് വലിയ പോരായിക തോന്നുന്നുണ്ട്. 3 സെന്റുള്ളവന് പാവപ്പെട്ടവന് കൊടുക്കുന്നത് വലിയ പ്രയാസമായിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ താങ്കളുടെ കേരളത്തിലെ സർക്കാരിലെ ഔദാര്യമല്ലാത്ത 1600 രൂപ പെൻഷൻ അതാദ്യം വാരി കോരി അർഹതപ്പെട്ടവന് പലർക്കും കൊടുത്തിട്ടുണ്ട്. അതാണ് കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ വലിയ പണക്കാരൻ, എന്റെ പ്രദേശത്ത് പണക്കാരൻ കോടികൾ ബാങ്കിൽ നിക്ഷേപമുള്ളവർക്ക് 18,000 ഒന്നിച്ച് കൊടുത്തിട്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് ദേശാഭിമാനി. അതൊന്ന് തിരുത്ത്. നരേന്ദ്രമോദി നേരെ തിരിച്ച 3 സെന്റ് മുതലുള്ളവനാ കൊടുക്കുന്നത്. അപ്പൊ ഇവർക്ക് ചൊറിച്ചിലുണ്ട്. ഇനി വോട്ടിന് വേണ്ടിയിട്ടാ കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞില്ലേ, വോട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ കൊടുക്കുന്നതെങ്കിൽ താങ്കളുടെ പിണറായി വിജയൻ സർക്കാർ ഒരു കാര്യം ചെയ്യ്. ഇപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, പാവപ്പെട്ടവന് ഒരു കൊല്ലത്തിൽ 5,000 രൂപ വെച്ച് കൊടുക്കട്ടെ. ആർജവമുണ്ടോ? പിന്നെ കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിച്ചു കൊടുത്തതിൽ കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു അടിയാണെന്ന്. ഏത് വിവരമാണ് ഇവര്? എന്തന്തന്മാരാണ് ഇവര്? ഏതന്തത്തെ നാട്ടില്ല. കടമെടുക്കാനുള്ള പരിധി കേരളത്തിലെ ജനങ്ങളെ കരുതി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്ത കേരളത്തിന്റെ വാദം ശരിവെച്ചതല്ല. കേരളത്തിന്റെ വാദം കേരള ജനതയെ കരുതിയിട്ടുള്ള കരുതലാണിത് മോഡി സർക്കാരിന്റെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ രാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ, കേന്ദ്ര സർക്കാർ ഒരു കരുതൽ കാണിച്ചു എന്നാണ് ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണോ അതിനെ ശ്രീ രാജൻ മനസ്സിലാക്കുന്നത്? മനസ്സാറെ, അത്രയ്ക്ക് കരുതലൊന്നും വേണ്ട. കാരണം വെച്ചാൽ പുള്ളിയുടെ പോക്കറ്റിൽ നല്ല ഇത് എടുത്തു തരണ്ടേ. നമ്മുടെ ഇവിടുന്ന് കൊണ്ടുവന്ന 1 രൂപയില് നമുക്ക് തിരിച്ചു തരുന്ന 22 പൈസ. പോക്കറ്റിൽ നിന്ന് എടുക്കല്, ഇത് കടമെടുക്കാനുള്ള സാറൊന്ന് കേട്ടോ. UPക്ക് കൊടുക്കുന്നത് 1 രൂപയുടെ ടാക്സ് പിരിച്ചാൽ 90 പൈസ അവർക്ക് കൊടുക്കുന്നത്, 22 പൈസ കേരളത്തിന് തരുന്നത്. എന്നിട്ട് ദൂരത്തടിച്ചെന്ന് ആ മാന്യം പറഞ്ഞു കേട്ടില്ലയോ? 5 ലക്ഷം രൂപയുടെ കോട്ടിട്ടുണ്ടാ ഇവിടെ വന്ന്. കേരളത്തിൽ ഒരു പ്രാവശ്യം വന്നു പോകുന്നതിന് 18 കോടി രൂപ ചെലവ്. മാന്യൻ ഈ നെഹ്റു മുതല് മൻമോഹൻ സിംഗ് വരെ ഭരിച്ചിട്ട് 104 ലക്ഷം കോടിയായിരുന്നു കടം. ഇപ്പൊ മാന്യം വന്ന് ഗ്യാരണ്ടി പറഞ്ഞു ഭരിച്ചിട്ട് 205 ലക്ഷം കോടിയായി. പിന്നെ പുള്ളിക്ക് എപ്പോ വേണമെങ്കിൽ പൈസയുടെ ഷോർട്ടേജ് വന്നാൽ ഉടനെ 25 രൂപ കൂട്ടാം ഗ്യാസിന്.
3-4 രൂപ കൂട്ടാം പെട്രോളിന്, ആരും ചോദിക്കാനില്ല. പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേരളത്തിന്. കേരളവും പെട്രോളിനൊക്കെ കൂട്ടാലോ, കേട്ടോ കർണാടകയിൽ ഇപ്പൊ 9 മാസമായുള്ള ഒരു സർക്കാർ കയറിയിട്ട് 67,000 കോടി രൂപ അവർക്ക് കിട്ടാണെന്നുകൊണ്ട് അവർ കരച്ചിൽ തുടങ്ങി. ഉടനെ BJP പറഞ്ഞു അവരുടെ കെടുകാര്യസ്ഥ അവർക്ക് ഭരിക്കാൻ അറിഞ്ഞുകൂടാന്ന് അവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിന് പോയതാണ്. എന്നിട്ട് കേരളത്തിന് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടാറുണ്ടെന്നറിയാം. നെല്ല് സംഭരണം അതിന്റെ സബ്സിഡി കിട്ടിയിട്ടില്ല, പെൻഷൻ കൊടുത്തതിന്റെ സബ്സിഡി കിട്ടിയിട്ടില്ല, പിന്നെ ഇത് നമ്മുടെ ഇതിന്റെ സബ്സിഡി കിട്ടിയിട്ടില്ല, ഏതാ തൊഴിൽ ഉറപ്പന്നെ ഉള്ളത് അതിന്റെ കിട്ടിയിട്ടില്ല. ഒരുപാട് പൈസ കിട്ടാനുണ്ട്. എന്നിട്ട് ഇപ്പം 57,000 കോടിന്ന് 13,000 കോടി പറഞ്ഞിരിക്കുക. എന്നിട്ട് പറയാം പിന്നെയും അവര് കേന്ദ്രം കനിവ് കാണിച്ചാന്ന്. അപ്പൊ എന്തിനാ വെറുതെ നമ്മൾ സെപ്പറേറ്റ് ആയിക്കോളാം, നമ്മുടെ ടാക്സ് നമ്മൾ ഉപയോഗിച്ചോളാം. ഇവിടെ കിട്ടുന്ന പെട്രോളിന്റെ പിന്നെ നികുതി പോലെ അതെങ്ങനെയാണ് ശ്രീ രാജൻ സാധ്യമാകുന്നത്? നമുക്ക് ഒരു പട്ടാളം വേണ്ടേ, നമുക്ക് അതുപോലെ റെയിൽവേ വേണ്ടേ? ഇവിടെ ആരും യുദ്ധത്തിന് വരത്തില്ല സാറേ. അത് ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ഒരു സെപ്പറേറ്റ് രാജ്യമാകണം എന്ന വാദ്യം ഒരു ശരിയായ വാദമല്ല. നമ്മൾ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കൊപ്പം നിൽക്കണം. നമ്മൾ ഒരു സെപ്പറേറ്റ് രാജ്യമായാൽ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയി പട്ടാളം വെക്കാൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇവിടെ BJP ഗവൺമെന്റ് അല്ലാത്ത ഗവൺമെന്റുകളെല്ലാം കരയുക. പിന്നെ കർണാടക, കേരള, തമിഴ്നാട്, പിന്നെ പഞ്ചാബ്, ഡൽഹി ഇവരെല്ലാം കരച്ചില്ല. വെസ്റ്റ് ബംഗാള്, ബാക്കി BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനം. ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും അധികം ഇപ്പൊ ഒരു നയത്തിന്റെ ഭാഗമായാണല്ലോ ഇപ്പൊ ഈ വിഹിതം, കേന്ദ്ര വിഹിതം കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത് മഹാരാഷ്ട്രയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാറേ മഹാരാഷ്ട്രയെ ബാധിച്ചിട്ടില്ല. മഹാരാഷ്ട്രക്ക് ഇപ്പൊ വാരി കോരി കൊടുത്തോണ്ടിരിക്കുക. ഫട്നാവിസ് 2 പ്രാവശ്യം പോയി, 2 പ്രാവശ്യം 40,000 കോടി കൊണ്ടുവന്നു. അത് പോട്ടെ, ഇപ്പൊ ഇവിടുത്തെ ഇലക്ഷന് 2 പേര് BJP-ക്കാർ ജയിക്കാമോ? അത് കഴിഞ്ഞ് ഇവിടെ പൈസ വരും, തീർച്ചയായിട്ടും വരും. സാർ അവിടെ ഇരുന്ന് കണ്ടോ. ഏതായാലും നമുക്ക് നോക്കാം. ഏതായാലും വളരെ നന്ദി ശ്രീ രാജൻ, വിളിക്കുക അഭിപ്രായം പറയുകയും ചെയ്ത്. കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ശ്രീദാസൻ. ശ്രീദാസൻ, ഈ നമുക്ക് നിയന്ത്രണങ്ങൾ ഒരു വശത്ത് ആവശ്യമാണ് എന്ന വാദം ഉയരുന്നു. അതേസമയം നമുക്ക് സാമ്പത്തികമായി കൂടുതൽ സാധ്യതകൾ സർക്കാരിന്, കേന്ദ്ര സർക്കാർ അതിനുള്ള അനുമതികൾ നൽകണം എന്ന വാദവും ഉയരുന്നു. ശ്രീദാസൻ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? ഞാൻ സാധാരണ മനുഷ്യനാണ്, ഏറ്റവും സാധാരണക്കാരൻ. ഞാൻ കഴിഞ്ഞ നവംബർ മാസം നിങ്ങൾ ഇതേ പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മുമ്പായിട്ട് ശമ്പളം മുടങ്ങുന്നു. കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കോ. ഞാൻ സാധാരണക്കാരൻ. പിന്നെ എനിക്ക് ഇപ്പൊ പൊതുവേദി വിളിക്കാൻ പോയില്ല. ചില ആളുകള് വൃത്തികെട്ട ചില വർത്തമാനങ്ങൾ പറയുന്ന നമുക്കൊക്കെ നല്ല നാവുണ്ട്. ഇവനോടൊക്കെ പറഞ്ഞേക്കണം. ഓരോരുത്തരും വിളിക്കുന്നു, ആളുകളല്ലേ, പലതരം ആളുകൾ. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. താങ്കളുടെ അഭിപ്രായത്തോട് തന്നെയാണ് ഞാൻ യോജിക്കുന്നത്. അവരുടെ അഭിപ്രായം മാത്രം പറയാം. പിന്നെ ഞാൻ പറയുന്നത്, ഇതൊക്കെ ഇപ്പൊ 4,48,000 കോടി രൂപ ഇവിടെ കടായിട്ടുണ്ട്. 4,75,000 കോടി രൂപ ഈ ഗവൺമെന്റ് വരുമ്പോ, ഞാൻ ഈ മാർക്സിസ്റ്റ് ഗവൺമെന്റ് മാത്രം പറയുന്നല്ല, നാളെ കോൺഗ്രസ്സുകാരൻ വന്നു കഴിഞ്ഞാലും യുവന്മാരിങ്ങനെ കടം വാങ്ങി സൂക്ഷിച്ചിട്ട് നമ്മുടെ നാട്ടിന്റെ അവസ്ഥ എന്താവും? ഏതവസ്ഥ? 4,48,000 കോടി രൂപയ്ക്ക് എത്ര 1000 കോടി രൂപ ഓരോ മാസം പൈസ കൊടുക്കണം. ഇത് മാനേജ്മെന്റിന്റെ ഇത് പിടിപ്പുകേടാണ്. ഇപ്പൊ തന്നെ പറഞ്ഞ CAG പറയുന്നത് ഒരു വകുപ്പിലും കണക്ക് നോക്കാൻ പറ്റുന്നില്ല, എല്ലാം മുടക്കം ചെയ്യുക. കാരണം എന്താ? വകമാറി ചെലവഴിച്ചിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് കുറെ ആളുകൾ വെറുതെ അവര് പറയുന്ന ആൾക്കാരുടെ മുതുകത്ത് കയറി അവരുടെ വീട്ടിൽ പറയുന്ന ആൾ പറഞ്ഞാണ്, ചാനലിൽ പറഞ്ഞ ചില ആളുടെ പറഞ്ഞിട്ട് നിങ്ങൾ ഓക്കെ. സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സന്തോഷ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. ശ്രീ സന്തോഷ് ഈ സാമ്പത്തിക വിഷയങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാളാണോ? അതെ സാറേ, അതെ അതെ. എന്ത് തോന്നുന്നു ശ്രീ സന്തോഷ്? നമ്മൾ സാമ്പത്തികമായി രക്ഷപ്പെടാൻ എന്താണ് നമുക്കൊരു വഴി? സാറേ, സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേന്ദ്രം കടമെടുക്കുന്നതിന് നമ്മൾ സംസ്ഥാനങ്ങൾ പറയുന്നതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ല. കാരണം എന്ന് വെച്ചാൽ കേന്ദ്രം കടമെടുത്ത് അത് മുടക്കുന്നത് എവിടെയാണെന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം. ഹൈവേക്ക് മുടക്കുന്നു, അത് ഹൈവേയിലോട്ട് ഹൈവേന്ന് തിരിച്ച് പണം ടോളായിട്ട് തിരിച്ചടയ്ക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെ കെട്ടിടങ്ങളൊക്കെ പറയുന്നു, അതിവിടെ പുറന്ന് കിട്ടുന്ന കാശ് തിരിച്ചടയ്ക്കുന്നു. ഇതിപ്പോ നമ്മൾ എടുക്കുന്ന എന്തിനാ സാറേ? ദൂർത്തടിക്കാനും അല്ലെ ശമ്പളം കൊടുക്കാൻ അല്ലെ പെൻഷൻ കൊടുക്കാൻ. ഇത് ഒരു കാരണവശാലും പെൻഷൻ 1,200 രൂപ ഒരാൾക്ക് കൊടുത്തിട്ട് ആ പൈസ കിട്ടിയല്ല. ശമ്പളം കൊടുക്കുന്ന പൈസ തിരിച്ചു കിട്ടുമോ? നമ്മൾ പിന്നെ എങ്ങനെ അടയ്ക്കുമെന്നാണ് പറയുന്നത്. കേന്ദ്രം എടുത്ത് കൊടുക്കുന്നതിന് റെയിൽവേക്ക് മുടക്കുന്നു, റെയിൽവേയുടെ പൈസ കിട്ടുന്നതിന് കൂട്ടുകടം കിട്ടുന്നു.
ഹൈവേയുടെ പൈസ കിട്ടുമ്പോൾ കടം വീട്ടുന്നു. അങ്ങനെ വലിയ വലിയ സ്ഥാപനങ്ങൾ പണിയുമ്പോൾ അതിന്റെ പൈസ കിട്ടുന്നത് കടം വീട്ടുന്നു. ഇത് നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാനുള്ള എന്തെങ്കിലും സ്രോതസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കാതെ കേന്ദ്രം കടമെടുക്കുന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്രം കടമെടുത്തിട്ട് ഓരോരോ കാര്യങ്ങൾ അവിടെ നടത്തി കാണിച്ചു കൊടുക്കുമല്ലേ? നടത്തി കാണിച്ചു കൊടുക്കും. അല്ലാതെ അവരുടെ മന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ അതൊക്കെ എന്തൊരു ചോദ്യം. പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്യാൻ നോക്കുമോ? അതൊന്നും പറയുന്നതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ്. പ്രധാനമന്ത്രി അതിനകത്ത് ₹1 എങ്കിലും കക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അല്ല മന്ത്രിമാർ ആരെങ്കിലും കക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത് പറയുവാണെങ്കിൽ നേട്ടമാണ്. നമുക്ക് പറയുന്നതിനകത്ത് വീട്ടിൽ വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ ദിലീപ്. ശ്രീ ദിലീപ്, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ കടബാധ്യത നമുക്കൊരു ബാധ്യതയാകുമോ, അതോ കടമെടുക്കുക എന്നത് ഒരു സാധാരണ സാമ്പത്തിക പ്രക്രിയയുടെ ഭാഗമായി കണ്ട് അങ്ങനെ അതിനെ ഉൾക്കൊള്ളണോ? നമസ്കാരം സാറേ. ഈ കടമെടുക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റായൊരു ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ നേരത്തെ ഒരു പ്രതികരണം കണ്ടു, കേന്ദ്രം നാഷണൽ ഹൈവേക്ക് കൊടുക്കുന്നുണ്ട്, മറ്റേ റെയിൽവേക്ക് കൊടുക്കുന്നുണ്ട്. സാറേ ഇത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. നമ്മൾ കേരള ഗവൺമെന്റ് എടുത്തിട്ട് ഇവിടെ ഈ ചെയ്യുന്നത് തന്നെയാണ് ചെയ്യണത്. അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ ഇത് മന്ത്രിമാരുടെ വീട്ടിലേക്ക് കൊണ്ടുകൊണ്ടോ MLA കൊണ്ടുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ പ്രതികരിക്കുക തന്നെ വേണം. എനിക്ക് പ്രത്യേകമായിട്ട് വിയോജിപ്പുള്ളത് ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം, അതുപോലെ PSC മെമ്പർ, അതിലൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ കേരളം കടമെടുക്കുന്നത് കേന്ദ്രം എങ്ങനെയാണോ കടമെടുക്കണേ അതേ ലെവലൊക്കെ തന്നെയാണ് കേരളത്തിലും കടമെടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ സാറിന് അറിയോ, ഈ ഫെഡറൽ സംവിധാനത്തിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്താ വെച്ചാൽ, ഇപ്പൊ റെയിൽവേയിൽ നമുക്ക് പാസഞ്ചർ ട്രെയിൻ ഉണ്ടായിരുന്നില്ല, ഈ മറ്റേ ലോക്കൽ ട്രെയിനുകൾ ഉണ്ടല്ലോ, അത് നമ്മുടെ കോവിഡിന് ശേഷം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത് പുനഃസ്ഥാപിച്ചോന്നും അറിയില്ല. അതുപോലെ മറ്റേ വയോജനങ്ങൾക്കുള്ള പൈസ, ഇതൊക്കെ ഈ ഭാഗത്തു നിന്നുണ്ടല്ലോ. അതുപോലെ നമ്മുടെ ഗ്യാസിന്റെ സബ്സിഡി, ഈ ഗ്യാസിന്റെ സബ്സിഡി തന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ സാധാരണക്കാർക്ക് ഒരു ₹500 ഒരു മാസം കിട്ടും. ഇത് മുഴുവൻ കൊണ്ടുപോകണം. അതുപോലെ കേരളത്തിൽ ഇൻകം ടാക്സ് ഇനത്തില് എത്രയോ കൊണ്ടുപോകുന്നറിയോ? ഈ പറഞ്ഞ എമൗണ്ടുകൾ കൊണ്ടുപോയിട്ട് നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മുടെ ഇന്നലെ ഇപ്പൊ ഗവൺമെന്റ് സ്റ്റാഫിന്റെ കാര്യം പറഞ്ഞു. ഗവൺമെന്റ് സ്റ്റാഫ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ BSNL അവരെന്ത് ചെയ്യുന്നറിയോ? കമ്പ്യൂട്ടർ വൽക്കരിച്ചിരിച്ചപ്പോ പകുതി മുക്കാൽ ആൾക്കാരെ അങ്ങോട്ട് പിരിച്ചുവിട്ട് എന്തോ ചെയ്ത് ആകെ അങ്ങോട്ട് നശിപ്പിച്ചു കളഞ്ഞു. ആ BSNL എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഇല്ല. കാരണം എന്താ? അതുപോലെ തന്നെ കോവിഡ് കാലത്ത് കോർപ്പറേറ്റ് ടാക്സ് ആ സമയത്ത് അത് ഒഴിവാക്കി കൊടുത്താ പിന്നെ എന്നാണ് അത് പുനഃസ്ഥാപിച്ചത്? ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്നിട്ട് ഈ ഭാഗത്തു നിന്നൊക്കെ പൈസ ഇപ്പൊ ഇനി അഥവാ ഇനിയിപ്പോ ഇപ്രാവശ്യം കൂടി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോണെന്നറിയോ? ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പൈസ വല്ലാതെ കൂട്ടിയിട്ട് 5 കൊല്ലത്തേക്ക് ഈ സാധനം അങ്ങ് കൂട്ടി വെക്കുക. എന്നിട്ട് ഏതെങ്കിലും ഇലക്ഷൻ വരുമ്പോ ₹10 കുറച്ച് പിന്നെ കേന്ദ്രത്തിന്റേതായ ആ സ്കീമിലേക്ക് ഈ പറഞ്ഞ ഫണ്ടുകൾ മുഴുവൻ ഉപയോഗിക്കുക. അതായത് റെയിൽവേയിലെ സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ് ശ്രീ സുരേന്ദ്രൻ. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ ജയകുമാർ, ഈ പ്രതിസന്ധി, നമ്മുടെ ഈ സാമ്പത്തിക പ്രയാസം എപ്പോൾ തീരുമെന്നാണ് കണക്കാക്കേണ്ടത്? സാറേ നമസ്കാരം. നമസ്കാരം. ഒരൊറ്റ വാക്ക് പറയണ്ട. ഈ പൊതുവേദി ഈ 70 വയസ്സായി ഇന്നേ വരെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പൊതുവേദിയിൽ കൂടെ പറഞ്ഞ ഒരു മാന്യനാണ്. ഇത്രയും നേരം ഈ പേസയറിലെ ഏറ്റവും കൂടുതൽ ടാക്സികൾ വാരി വിതറിയത് ആ മാന്യനാണ്. എന്ത് യോഗ്യതയാണെന്ന് എനിക്കറിയില്ല. ആരെ യോഗ്യത അളക്കാൻ വേണ്ടി പറഞ്ഞല്ല. അതല്ല. പിന്നെ ജോസ് കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ ഇടുക്കിയിൽ നിന്ന് വിളിച്ച ഒരു വിവരം പറഞ്ഞിരുന്നു ഒരു ദുബായിക്കാരനോട്. അത് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ എന്റെ ഇത് അനുവദിക്കാത്തോട്ട് പറയാത്തതാണ്. മറ്റുള്ളവരുടെ കാര്യമല്ല, നമുക്കൊരു അഭിപ്രായം പറയുകയും അത് പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പൊതുവേദി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീട്ടിൽ സാറേ, അത് പറയേണ്ട കാര്യങ്ങൾ സാറിന് മനസ്സിലായല്ലോ. ഇതുകൊണ്ടൊക്കെയാണ് ആൾക്കാർ പറയണത്. പിന്നെ ഒന്ന്, ഈ കേന്ദ്രം എന്തുകൊണ്ടാണ് ഈ കടമെടുപ്പ് പരിധി കുറച്ചത് സാറേ? പല കേസിൽ ഇവരെടുത്ത കടം ആ കേന്ദ്രം വീടേണ്ടി വന്നു. ഇത് വല്ലതും ഈ കാശുകളിൽ പറയുന്നുണ്ടോ? ഈ കിട്ടണം, ഇനി അഥവാ പൈസ കിട്ടിയ ജനത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇത് മരപ്പട്ടിക്ക് മുഖ്യമന്ത്രിക്ക് ക്ലിപ്പ് ഹൗസിൽ അവിടെ ഇവിടെ ചെലവാക്കാനല്ലേ ചെയ്യത്തുള്ളൂ. പിന്നെ ഇവര് ക്യാഷിന് പോയി ജയിച്ചുകൊണ്ട് കിട്ടിയതല്ല ഇത് നേരത്തെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന കേസാണ്. പക്ഷെ ഒരു നിബന്ധന വെച്ചിരുന്നു. ആ നിബന്ധന ഇലക്ഷനൊക്കെ ആയി പ്രശ്നം ആയതുകൊണ്ട് കോടതി എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി അവരത് സമ്മതിച്ചാണ്. എന്നിട്ടും കോടതി പറഞ്ഞു. ജയകുമാർ, സമയപരിമിതി അതിക്രമിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാറായി. ഏതായാലും താങ്കൾ വിളിച്ചതിന് വളരെ നന്ദി. ദീപു, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ദീപു ഈ കേന്ദ്ര നീക്കത്തെ എങ്ങനെ അനുമോദിക്കുന്നുണ്ടോ?
അല്ല, ഈ കേരളത്തിന് വേണ്ടി ഉണ്ടായ ഒരു വിധിയാണിത്. അതിൽ ഈ കുരുപൊട്ടുന്നവർക്ക് കുരുപൊട്ടലാതി ലേഹ്യം വാങ്ങിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു വ്യവസ്ഥ ധനമന്ത്രിയോട് പറയാൻ ന്യൂസ് 18 തന്നെ മുൻകൈ എടുക്കണം. മാത്രമല്ല, ഇത് 13,600 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഈ മാസം എടുക്കാനുള്ളതായിരുന്നില്ല. മാസങ്ങളായി, കഴിഞ്ഞ കുറെ മാസങ്ങളായി നമുക്ക് എടുക്കാണ്ടായിരുന്ന കടമാണ്. അങ്ങനെ എടുക്കേണ്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ നമ്മുടെ സപ്ലൈകോ അടക്കമുള്ള നമ്മുടെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാമായിരുന്നു. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇവിടെ BJP ഈ CPM-ന്റെ സർക്കാരിനെ ഏത് രീതിയിലും നേരിട്ടാണ് അവര് യുദ്ധം ചെയ്യുന്നത്. അവർ പറഞ്ഞുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അതേസമയത്ത് ഈ സതീശൻ ചെയ്തതെന്താ, സതീശനടക്കമുള്ള UDF ചെയ്തതെന്താ, കേരള വിരുദ്ധമായി കേരളത്തിൽ ഇതിപ്പോ കിട്ടും, നിങ്ങൾ പൊക്കോ കാണാം എന്നൊക്കെയല്ലേ പറഞ്ഞത്. ധനകാര്യ വിദഗ്ധൻ എന്നാണ് ഈ സതീശനെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് ഇപ്പൊ എങ്ങനെയാണ് കിട്ടിയത്? ഇവര് വെച്ചിട്ട് ഈ സമയം അതിക്രമിക്കുന്ന ഒരു സാഹചര്യം കൊണ്ടാണ് വളരെ ദുഃഖമുണ്ട്. താങ്കൾക്ക് അടുത്ത ദിവസം നമുക്ക് കൂടുതൽ സമയം അനുവദിക്കാം. ഇത് നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഏതായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. കേന്ദ്രം ഈ കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിച്ചത് സംസ്ഥാനത്തിൻ്റെ വാദം ശരിവെച്ചുകൊണ്ടാണോ എന്ന്. ഏതായാലും അതിൽ 26% ആളുകൾ അങ്ങനെയല്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. 74% ആളുകൾ സംസ്ഥാനത്തിൻ്റെ വാദം ശരിവെച്ചല്ല എന്ന നിലപാടിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി. പ്രായം കൂടുന്നു നിർവഹിച്ചു